നമ്മൾ ഇന്ന് ടെൻസസ് ഒരൊറ്റ ക്ലിക്കിൽ ഈ വീഡിയോ കാണുന്നതോടുകൂടി ടെൻസസ് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ടെൻസ് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഫസ്റ്റ് നമുക്കറിയാം പ്രസന്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്. പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലാണെങ്കിൽ അതിനെ വർത്തമാനകാലം എന്നും, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ ഭൂതകാലം എന്നും, ഫ്യൂച്ചർ ടെൻസിനെ നമ്മൾ എന്തെന്ന് പറയും, ഭാവി കാലം എന്നും മലയാളത്തിൽ പറയും. മനസ്സിലായല്ലോ? പ്രസന്റ് ടെൻസ് വർത്തമാനകാലം, പാസ്റ്റ് ടെൻസ് ഭൂതകാലം, ഫ്യൂച്ചർ ടെൻസ് ഭാവി കാലം എന്ന് നമ്മൾ പറയും. ഈ മലയാളത്തിലൊക്കെ ഇതിന് എന്താ പറയുക, സെന്റൻസ് സ്ട്രക്ചർ ഉണ്ടോ എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ അതിനകത്ത് കൊടുക്കുക കേട്ടോ, കമന്റ് ബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് പ്രസന്റ് ടെൻസ് ആണ് ആദ്യം നോക്കുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളൂ. ഇച്ചിരി സ്പീഡ് കൂടെ നമുക്ക് മുഴുവൻ ടെൻസ് നോക്കണമല്ലോ. സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പതിവായി ചെയ്യുന്ന ശീലങ്ങൾ പറയാനും സത്യങ്ങൾ പറയാനും. സത്യം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരിക്കലും മാറ്റമില്ലാത്തതായിരിക്കണം. സത്യം, നമ്മൾ പറയുന്ന സത്യം ഒരിക്കലും മാറ്റമില്ലാത്തതായിരിക്കണം. അപ്പോൾ നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ പറയാനും സത്യങ്ങൾ പറയാനുമാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റും വേർബിന്റെ ബേസ് ഫോമുമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് എഴുതണം. ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടി പറയും, കാരണം നമുക്കിത് കുറച്ച് സമയത്തിനുള്ളിൽ തീർക്കണമല്ലോ. സബ്ജക്റ്റും വേർബിന്റെ ഫസ്റ്റ് ഫോമുമാണ്. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കുന്ന വേർബ് എന്ന് പറഞ്ഞത് റൈറ്റ് ആണ്. V1 റൈറ്റ്, V2 റോഡ്, V3 റിട്ടൺ. അപ്പൊ അതിന്റെ ബേസ് ഫോം എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? റൈറ്റ് തന്നെയാണ്. പക്ഷേ അവിടെ ബേസ് ഫോമിൽ ഒന്നും കൂടെയുണ്ട്. എന്തുണ്ട്? റൈറ്റ്സ് ഉണ്ട്, എസ് ചേർക്കുന്നതും ഉണ്ട്. അത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ പഠിച്ചു ഹി, ഷീ, ഇറ്റ് ഇവയുടെ കൂടെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വേർബ് എസ് ചേർത്തു വേണം നമ്മൾ എഴുതാൻ. ഹി, ഷീറ്റ്, അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എസ് ചേർത്ത് വേണം, വേർബിൽ എസ് ചേർത്ത് വേണം എഴുതാൻ. ഇപ്പോൾ ഞാൻ കത്ത് എഴുതാറുണ്ട്. ഇതാണ് മലയാളത്തിൽ വന്ന് അവസാനിക്കുന്നത്. ഇങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ. ഞാൻ കത്ത് എഴുതാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ശീലമാണത്. അതുകൊണ്ട് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വേണം പറയാൻ. ഐ റൈറ്റ് എ ലെറ്റർ. അവൻ കത്ത് എഴുതാറുണ്ട്. ഹി റൈറ്റ്സ് എ ലെറ്റർ. എസ് ഓർത്ത് വെക്കുക. റൈറ്റ്സ് എ ലെറ്റർ. ക്ലിയർ ആയേ? ഇനി പ്രസന്റ് കണ്ടിന്യൂസിലോട്ട് നമ്മൾ പോവാണ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആണ്. ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. കണ്ടിന്യൂസ് എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, അതിൽ വേർബ് എപ്പോഴും ING ആയിരിക്കും. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ ഇതാണ്. സബ്ജക്റ്റ് വേണം, ഈസ്, ആം, ആർ, ഇതിലേതെങ്കിലും ഒന്ന് വേണം. വേർബ് ING ആയിരിക്കണം. ക്ലിയർ? അപ്പോൾ സബ്ജക്റ്റ് ഞാൻ ഐ എടുത്തു. ഐയുടെ കൂടെ വരുന്ന ഈസാമാറിൽ ആമാണ്. ഐ ആം, വേർബ് ING വേണമെന്ന് പറഞ്ഞു. റൈറ്റിംഗ് എ ലെറ്റർ നൗ. നൗ എന്ന് പറയുന്നത് ഇപ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ്. അപ്പൊ നൗ, ഇപ്പോൾ. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ നൗ. ഇപ്പൊ ഞാൻ കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചെയ്യാണ്. ഓർത്തു വെക്കണേ. ഞാൻ ഈ പറഞ്ഞ ക്ലൂ നിങ്ങൾ ഓർത്തു വെക്കണം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എഴുതാറുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈസ്, ആം, ആർ ഏതൊക്കെ സബ്ജക്റ്റിന്റെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഐയുടെ കൂടെ ആം ഉപയോഗിക്കും. ഹി, ഷീ, ഇറ്റിന്റെ കൂടെ ഈസ് ഉപയോഗിക്കും. ബാക്കി സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ആർ ഉപയോഗിക്കും. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രവൃത്തി ഇതിനകം തന്നെ ചെയ്ത് കഴിഞ്ഞു, പക്ഷെ അതിന് ഒരു ഫലം ഇപ്പോഴും ഉണ്ട്. സബ്ജക്റ്റിന്റെ സെന്റൻസിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, വേർബ് തേർഡ് ഫോമാണ്. ഓർത്തു വെക്കുക. ഹാസും ഹാവും എവിടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ആ സെന്റൻസിൽ വേർബ് എപ്പോഴും തേർഡ് ഫോമാണ്. ക്ലൂകളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നത് ഐയുടെ കൂടെ നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. തേർഡ് ഫോമാണ് വേർബ്. ഐ ഹാവ് റിട്ടേൺ എ ലെറ്റർ. ഞാനൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. അവൾക്ക് ഞാനൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. അവൾക്കത് കിട്ടിക്കാണോ? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നിങ്ങൾക്ക് ക്ലിയർ ആവണമെങ്കിൽ അതിന്റെ ലിങ്ക് ഇപ്പം ഞാൻ തരാം കേട്ടോ. നിങ്ങൾ അതൊന്ന് കേട്ട് ഒന്നും കൂടെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം.
ഐ ഹാവ് റിട്ടേൺ എ ലെറ്റർ. ഞാനൊരു കത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സ്പീരിയൻസുകൾക്കൊക്കെ നമ്മൾ ഹാസ് ഹാവ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട് എന്നായി മാറി. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, അതിനകത്ത് എന്തുണ്ട്? ഹാസ് ബീൻ ഉണ്ട്, ഹാവ് ബീൻ ഉണ്ട്. പക്ഷെ വേർബ് എപ്പോഴും എന്താണ്? കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നല്ലേ ഞാൻ പറഞ്ഞു. അപ്പോൾ വേർബ് ING ആണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സബ്ജക്റ്റ് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ, വേർബ് ING. പിന്നെ ഫോർ അല്ലെങ്കിൽ സിൻസ് എന്ന വാക്കും കൂടി അതിനകത്തുണ്ടാവും. ഫോർ എന്ന് പറഞ്ഞാൽ ആയിട്ട്, സിൻസ് എന്ന് പറഞ്ഞാൽ മുതൽ. I have been taking class since morning. സിൻസ് എന്ന് പറഞ്ഞാൽ മുതൽ. സിൻസ് മോർണിംഗ്, രാവിലെ മുതൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഉപയോഗിച്ചത് ടേക്കിംഗ് ആണ്. പക്ഷെ നമ്മുടെ വേർബ് എന്തായിരുന്നു? റൈറ്റ് ആണ്. അപ്പം ഞാൻ പറയാണ് ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ ഫോർ an hour. 1 മണിക്കൂർ ആയിട്ട്, ആയിട്ട് അവൾ ഒരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എഴുതുകയാണ്. പ്രസന്റ് കണ്ടിന്യൂസും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും തമ്മിൽ മാറിപ്പോവില്ല. പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യുവാണ് എന്നാണ് അർത്ഥം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് രാവിലെ മുതലോ എപ്പോൾ മുതലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തുടങ്ങിയ ഒരു കാര്യമല്ല, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ പ്രസന്റ് ടെൻസ് എല്ലാം കഴിഞ്ഞു. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എഴുതാറുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതുകയാണെന്നാണ് പറഞ്ഞത്. ഇനി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇത് ക്ലിയർ ആയോ? നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യാണ് പാസ്റ്റ് ടെൻസിലോട്ട്. യു ആർ മൂവിങ് ടു പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് ഈസ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാനാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതൊക്കെ എല്ലാവർക്കും പറയാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് സിമ്പിളാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ സബ്ജക്റ്റും വേർബിൻ്റെ സെക്കൻഡ് ഫോമുമാണ് ഉപയോഗിക്കേണ്ടത്. വേർബ് സെക്കൻഡ് ഫോം. അപ്പോൾ റൈറ്റിൻ്റെ സെക്കൻഡ് ഫോം റോട്ടാണ്. അപ്പോൾ സബ്ജക്റ്റും വേർബിൻ്റെ സെക്കൻഡ് ഫോമും മതി. അതിന് ഉള്ളിൽ ഡിഡെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വേർബിൻ്റെ സെക്കൻഡ് ഫോം. ഐ റോട്ട് എ ലെറ്റർ. ഞാനൊരു കത്ത് എഴുതി. യെസ്റ്റർഡേ ടൈമും കൂടെ കൊടുത്താൽ അത് കൂടുതൽ പെർഫെക്റ്റ് സെൻറ്റൻസ് ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ ഐ റോട്ട് എ ലെറ്റർ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഒരു കത്ത് എഴുതി. ഓക്കെ. ഇനി അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സബ്ജക്റ്റ് വേർബിൻ്റെ സെക്കൻഡ് ഫോം. ഇനി ഹി ആണെങ്കിലും എന്താണെങ്കിലും വേർബിൻ്റെ സെക്കൻഡ് ഫോം തന്നെ. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്കറിയാം അതിവിടെ വേർബ് ഏതാണ്? ING ഫോമിലാണ് എന്ന് പറഞ്ഞു. അതിലെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വെയർ, വേർബ് ING ഫോം. സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വെയർ, വേർബ് ING ഫോം. ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. ഞാനൊരു കത്ത് എഴുതുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം കത്ത് എഴുതുവാണോ? ഇപ്പം കത്ത് എഴുതുവല്ല. ഇപ്പം കത്ത് എഴുതുവാണെന്ന് പറഞ്ഞെങ്കിൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ. ഞാൻ കത്ത് എഴുതുകയായിരുന്നു എന്ന് പറയണമെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. ഞാനൊരു കത്ത് എഴുതുകയായിരുന്നു. ക്ലിയർ ആയോ? സംശയമുണ്ടോ? മാറിപ്പോലെ എഴുതുകയായിരുന്നു. എഴുതുകയായിരുന്നു. ഇനി ഏതടുത്തത്? പാസ്റ്റ് കണ്ടിന്യൂസ് ആയി. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ എന്താണ്? അവിടെ സബ്ജക്റ്റ് ഹാഡ് പ്ലസ് V3. പ്രസന്റിൽ നമ്മൾ ഹാസ് ഹാവും ഉപയോഗിച്ചു. ഹാസിൻ്റെയും ഹാവിൻ്റെയും രണ്ട് പേരുടെയും പാസ്റ്റ് ഹാഡാണ്. അപ്പോൾ സബ്ജക്റ്റ് ഹാഡ് പ്ലസ് V3. ഈ കാണുന്നതൊക്കെ ഞങ്ങളുടെ പറമ്പാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ എല്ലാം ഉണങ്ങി കിടക്കുകയാണ്. വാഴയൊക്കെ നട്ടിട്ടുണ്ട്, പക്ഷേ ചൂട് കാരണം അവിടെയെല്ലാം ഉണങ്ങിക്കിടക്കുന്നത്. പുറം രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും അല്ലേ ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമ്മൾ പറഞ്ഞത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അവിടെ നമുക്ക് വേണ്ടത് സബ്ജക്റ്റ് ഹാഡ് പ്ലസ് V3. ഹാഡ് പ്ലസ് V3. ഐ ഹാഡ് റിട്ടേൺ എ ലെറ്റർ. ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. ഞാനൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് റിട്ടേൺ എ ലെറ്റർ. ഞാനൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഹാഡ് പ്ലസ് V3 ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ മുൻപിൽ വേറൊരു പ്രവൃത്തി നടന്ന് കഴിഞ്ഞിട്ടുണ്ടാവണം. അത് അങ്ങനെയാണ്. അവൾ വരുന്നതിന് മുമ്പേ ഞാനൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു അർത്ഥമാണ്. പക്ഷെ ഈ ഒരു അർത്ഥം നിങ്ങൾ പഠിച്ചു വെക്കുക. ഐ ഹാഡ് റിട്ടൺ, അതായത് ഒരു പ്രവൃത്തിക്ക് തൊട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രവൃത്തി കഴിയുമ്പോഴാണ്. അത് രണ്ടും പാസ്റ്റിലല്ല എഴുതേണ്ടത്, ഒന്ന് പെർഫെക്റ്റിലായിരിക്കണം. അപ്പോൾ ഇത് കൂടുതൽ വിശദീകരിച്ച് അറിയണമെങ്കിൽ നമ്മുടെ ഈ ടെൻസസിന്റെ പ്ലേലിസ്റ്റ് തന്നെ ഞാൻ കൊടുക്കാം, അത് നിങ്ങളൊന്ന് കേട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഈസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? ഹാഡ് ബീൻ ഉണ്ടാകും. അതുപോലെ തന്നെ അവിടെ എന്തുണ്ടാകും? വേർബ് ING ആയിരിക്കും. പിന്നെ ഫോറും സിൻസും ഉണ്ടാവും. ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ ഞാനൊരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ മുതൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു തൊട്ട് മുമ്പ് ഞാൻ നിർത്തി, ആ ഒരു അർത്ഥത്തിലല്ലേ അത് വരുന്നത്. ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ സിൻസ് മോർണിംഗ്. ഹാഡ് ബീൻ വന്നു, റൈറ്റിംഗ് വന്നു. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ എങ്ങനെയാണ് വന്നത്? എഴുതി എന്ന് വന്നു, എഴുതുകയായിരുന്നു എന്ന് വന്നു, എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് വന്നു, എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വന്നു. ഈ ക്ലൂകളെല്ലാം ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ഈസ് ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസിൽ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഭാവി കാലമാണ് അല്ലെ. അപ്പം മനസ്സിലാക്കുക, അതിലെപ്പോഴും വിൽ ഉണ്ട്. സബ്ജക്റ്റ് വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് എങ്കിൽ പോലും അവിടെ നമ്മളൊരു വില്ലിനെ ചേർക്കണം. സബ്ജക്റ്റ് വിൽ പ്ലസ് വേർബ് ഫസ്റ്റ് ഫോം. ഐ വിൽ റൈറ്റ് ടുമാറോ, ഞാൻ നാളെ എഴുതും. ഐ വിൽ റൈറ്റ് എ ലെറ്റർ ടുമാറോ, ഞാൻ നാളെ ഒരു ലെറ്റർ എഴുതും. ഇപ്പൊ എഴുതിയോ? എഴുതിയിട്ടില്ല. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് അല്ല, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഇങ്ങനെയാണ്. സബ്ജക്റ്റ് വിൽ വേർബിന്റെ ഫസ്റ്റ് ഫോം. ഇനി സിമ്പിൾ ഫ്യൂച്ചർ കഴിഞ്ഞു. ഇനി ഏതാണ്? ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഐ വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ, ഞാനൊരു ലെറ്റർ എഴുതുകയായിരിക്കും ടുമാറോ മോർണിംഗ്. അപ്പോൾ വിൽ ബി ആണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഉപയോഗിച്ചത്. സബ്ജക്റ്റ് പ്ലസ് വിൽ ബി വേർബ് ING, എഴുതുകയായിരിക്കും. ഫ്യൂച്ചർ എപ്പോഴും നമുക്ക് സംശയമാണ്. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? എഴുതുകയായിരിക്കും. ഐ വിൽ ബി റൈറ്റിംഗ്, ഞാൻ എഴുതുകയായിരിക്കും. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അതിനകത്ത് ഹാവ് ഉണ്ട്. അപ്പോൾ വിൽ ഹാവ് ആണ് കേട്ടോ അവിടെ ഉപയോഗിക്കേണ്ടത്. സബ്ജക്റ്റ് വിൽ ഹാവ് പ്ലസ് V3, കാരണം അവിടെ ഹാവ് വന്നു. ഐ വിൽ ഹാവ് റിട്ടൺ എ ലെറ്റർ, ഞാനൊരു ലെറ്റർ എഴുതിയിട്ടുണ്ടാകും. ഐ വിൽ ഹാസ് അല്ല, ഐ വിൽ ഹാവ് റിട്ടേൺ എ ലെറ്റർ, ഞാനൊരു ലെറ്റർ എഴുതിയിട്ടുണ്ടാകും. കാരണം ഫ്യൂച്ചർ എന്ന് പറയുന്നത് എപ്പോഴും സംശയമാണെന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. അപ്പോൾ എഴുതിയിട്ടുണ്ടാകും. വിൽ ഹാവ്, എഴുതിയിട്ട് ഉണ്ടാകും. കാരണം ഹാവിന്റെ അർത്ഥം ഉണ്ട് എന്നാണ്. അപ്പോൾ വില്ല് വന്നുകൊണ്ട് സംശയമായി. വിൽ ഹാവ് കഴിയുമ്പോൾ V3 ആണ് വേണ്ടത്. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതൊന്നും നമ്മൾ അറിയേണ്ട ഒരു ടെൻസ് ഒന്നും അല്ല, എങ്കിലും ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പറയാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ സബ്ജക്റ്റ് വിൽ ഹാവ് ബീൻ വേർബ് ING. ഐ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ, ഞാൻ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ സംശയമാണ്, അതും സംശയമാണ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഒക്കെ വളരെ റെയറായിട്ടാണ് ഉപയോഗിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇത്ര സമയമായിട്ട് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. ഫ്യൂച്ചറിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ പറഞ്ഞത് ഞാൻ എഴുതും എന്നും എഴുതുകയായിരിക്കുമെന്നും എഴുതിയിട്ടുണ്ടാകുമെന്നും എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കുമെന്നുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എല്ലാ ടെൻസസിൻ്റെയും സ്ട്രക്ചറും തന്നു, ഓരോ വേർബും മാറുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി നിങ്ങളിത് തെറ്റിക്കരുത്. ഇച്ചിരി ടൈം കൂടിപ്പോയി എന്നറിയാം, പക്ഷെ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെച്ച് കേൾക്കുക. ഇത് ഞാൻ ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് പറഞ്ഞു തന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഞാൻ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് കേട്ടിട്ട്, ഏത് പ്ലേലിസ്റ്റ്? ടെൻസസിൻ്റെ. അത് കേട്ടിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഓരോന്നോരോന്ന് പഠിക്കണം. അതിന് ഈ നിയമങ്ങൾ ഇങ്ങനെയുണ്ട്, ഇത് ഇങ്ങനെയുണ്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് കൃത്യമായിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കേട്ട് പഠിക്കണം. ഇനി ടെൻസ് അറിയില്ല എന്ന് നിങ്ങൾ ആരും പറയില്ല കേട്ടോ. അടുത്ത ദിവസം ഇതിൻ്റെ എല്ലാം നെഗറ്റീവ് സെൻറ്റൻസ് നമുക്ക് നോക്കാം, അതിനുശേഷം ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇന്നത്തെ ഈ ടെൻസസിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക്